ഏഴു വർഷത്തെ മുറിപ്പാടുകൾ ഉണങ്ങുന്നുവെന്ന് നടി അന്ന രാജൻ. ബോഡി ഷെയ്മിങ്ങിനും രോഗാവസ്ഥയ്ക്കുമിടയിലെ തന്റെ അതിജീവനത്തെക്കുറിച്ച് താരം പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അങ്കമാലി ഡയറീസിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് അന്ന രേഷ്മ രാജൻ. സിനിമയ്ക്കൊപ്പം സോഷ്യൽ മീഡിയയിലും സജീവമായ താരം പൊതുപരിപാടികളിലും ഉദ്ഘാടന വേദികളിലും നിറസാന്നിധ്യമാണിപ്പോൾ. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ബോഡി ഷെയ്മിങ്ങും അന്ന നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അന്നയുടെ ഇൻസ്റ്റഗ്രാം കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വരിയാണ് താരം തന്റെ പുതിയ ചിത്രങ്ങളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. 7 വർഷത്തെ മുറിപ്പാടുകൾ പേറുന്നുണ്ട്, എങ്കിലും അവ മനോഹരമായി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. തന്റെ ജീവിതത്തിലോ കരിയറിലോ കഴിഞ്ഞ 7 വർഷങ്ങൾ നൽകിയ അനുഭവങ്ങളെയും അതിൽ നിന്ന് താൻ നേടിയ കരുത്തിനെയും സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു വ്യക്തിയെയാണ് അന്നയുടെ വരികളിൽ കാണാൻ സാധിക്കുന്നത്. കുറിപ്പിനൊപ്പം അന്ന പങ്കുവച്ച ഹാഷ്ടാഗുകളും ശ്രദ്ധേയമാണ്. പച്ചപ്പ്, ജീവിതം, ഹീലിംഗ്, വളർച്ച, സമാധാനം, സെൽഫ് ലവ്, പുതിയ തുടക്കം എന്നിങ്ങനെയുള്ള വാക്കുകളിലൂടെ പോസിറ്റീവായ ഒരു മാറ്റത്തെയാണ് നടി അടയാളപ്പെടുത്തുന്നത്. തനിക്കെതിരെ ഉയരുന്ന ബോഡി ഷേമിംഗ് കമന്റുകളോട് പ്രതികരിച്ചുകൊണ്ട് മുൻപ് അന്ന രാജൻ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ ഹാഷ്മോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന അസുഖത്തിന്റെ ചികിത്സയിലാണ്. തടി കുറച്ചപ്പോൾ എനിക്ക് മുമ്പത്തേക്കാൾ ചെറുപ്പമായതുപോലെ തോന്നുന്നു. ഇപ്പോൾ ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് വയ്ക്കുന്നുണ്ടെന്ന രീതിയിലുള്ള കമന്റുകൾ കുറെ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അത് ആസ്വദിച്ചു. കാരണം ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥ ഞാൻ. ഒടുവിൽ ഞാൻ അത് നേടി. എല്ലാ യൂട്യൂബർമാരോടും എന്നെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നവരോടും ഞാൻ ഇത്രയും കാലം നിശബ്ദത പാലിച്ചത് എനിക്ക് ഉത്തരമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് എന്നെക്കുറിച്ചുള്ള കണ്ടന്റുകളാണ് നിങ്ങളുടെ വീട്ടിലെ കഞ്ഞിക്ക് വകയാകുന്നത് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതിനാൽ ദയവായി തുടരുക. പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അത് ദയയോടെ ആയിരിക്കട്ടെ എന്നും അന്ന രാജൻ കുറിച്ചു. മുൻപും തന്റെ അസുഖത്തെക്കുറിച്ച് അന്ന വെളിപ്പെടുത്തിയിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് എന്ന അസുഖബാധിതയാണ് താൻ. ഇതിന്റെ ഫലമായി ശരീരം ചിലപ്പോൾ തടിച്ചും ചിലപ്പോൾ മെലിഞ്ഞുമിരിക്കും. മുഖത്തിന്റെ രൂപം മാറുന്നതും സന്ധികളിലെ വീക്കവും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ താൻ രോഗബാധിതയെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. തന്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ട എന്നായിരുന്നു അന്ന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ഏറെ സജീവമായ അന്ന രാജൻ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ സേവനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 1461 ആളുകളാണ് അന്നയെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പ്രതിമാസം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി അന്ന ഈടാക്കുന്നത്. 5,69,790 രൂപയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസവരുമാനമായി അന്ന നേടുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കായി 163 സ്റ്റോറികളും 6 പോസ്റ്റുകളും 58 റീലുകളുമാണ് എക്സ്ക്ലൂസീവായി അന്ന പങ്കുവച്ചിരിക്കുന്നത്.